നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് കേവലം ഒരു കാഫിർ സ്ക്രീൻഷോട്ട് മാത്രം വെച്ചിട്ട് വടകരയിലെ ക്യാമ്പയിന്റെ സ്വഭാവത്തെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. കാഫിർ സ്ക്രീൻഷോട്ടിൽ തീർച്ചയായിട്ടും അന്വേഷണം വന്നോട്ടെ, അന്വേഷണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് രാഷ്ട്രീയപരമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ തന്നെ വടകര മണ്ഡലത്തെ കുറിച്ചും വടകര മണ്ഡലത്തിൽ 2020 ഇതിലെ ലോക്സഭാ ഇലക്ഷനിൽ നടന്നിട്ടുള്ള ക്യാമ്പയിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. മൊത്തം ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയില്ല, ഒരു അന്വേഷണം അതിൽ നടത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വടകരയില് UDF ക്യാമ്പിൽ നിന്നാണ് വർഗീയ ക്യാമ്പയിൻ തുടക്കം ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ പറയുന്നതല്ല, അത് മനോരമയുടെ തന്നെ, മനോരമ എന്ന് വെച്ചാൽ UDFന് അനുകൂലമായിട്ട് വാർത്തകൾ ചെയ്യുന്ന ഒരു ചാനലാണ് എന്നാണല്ലോ പൊതുവിൽ കരുതപ്പെടുന്നത്. മനോരമയുടെ ചാനലിൽ വന്ന ഒരു ഇലക്ഷൻ വിചക്ഷണൻ പറഞ്ഞതാണ് വടകരയിൽ UDF ക്യാമ്പുകളിൽ നിന്നാണ് വർഗീയ പ്രചരണങ്ങളുടെ തുടക്കം കുറിച്ചത് എന്നുള്ളത്. അത് അല്ലാതെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കും മനസ്സിലാവുന്ന ഒരു വസ്തുതയാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പൊളിറ്റിക്കൽ ക്യാമ്പയിനുകളുടെ എല്ലാം നടക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ്. ഫേസ്ബുക്കിൽ പോലും അതിന് ശേഷമാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിൽ വരുന്നതാണ് പബ്ലിക് കാണുകയും നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത ഫാമിലി ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഓരോരോ നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ, ഇത്തരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. UDF ക്യാമ്പുകളിൽ നിന്ന് തന്നെയാണ് വർഗീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചെന്നുള്ളത്. അത് ശൈലജ ടീച്ചർക്കെതിരില്, ശൈലജ ടീച്ചറുടെ ഒരു പ്രസംഗത്തിൽ, മുൻപെന്നോ നടന്ന ഒരു പ്രസംഗത്തിൽ പ്രവാചകനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗം, അത് ശൈലജ ടീച്ചർ വളരെ പോസിറ്റീവായിട്ടാണ് പ്രവാചകനെ കുറിച്ച് അതിൽ പറയുന്നത്. പക്ഷെ എന്നാൽ അതിൽ ഒരു ഭാഗം മാത്രം അടർത്തി മാറ്റി പ്രവാചകൻ എന്തോ മോശപ്പെടുത്തി സംസാരിക്കുകയാണ് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് വളരെ വ്യാപകമായിട്ട് വടകര ഭാഗത്ത് ഇത്തരം പ്രചാരണം അഴിച്ചുവിട്ടു എന്നുള്ളത്. അത് UDF ക്യാമ്പുകളിൽ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതിനൊക്കെ എത്രയോ ശേഷമാണ് ഈ പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ട് ഈ സംഭവങ്ങൾ വരുന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം ഇപ്പോഴും കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം എന്താണെന്ന് നമുക്കറിയില്ല, അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് കേവലം ഇതിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ വടകരയിലെ സംഭവത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത്. അവിടെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്. പ്രത്യേകിച്ച് വടകര മറ്റ് കാര്യങ്ങളിലെല്ലാം UDFനെ കൃത്യമായി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് താങ്കൾ ഈ വാദമുഖം ഉന്നയിക്കുന്നത്. പക്ഷേ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങ് പറയുകയാണ് അതിന്റെ ഉറവിടം കണ്ടെത്തട്ടെ എന്ന്. ആ ഉറവിടം കണ്ടെത്തേണ്ടത് ആരായിരുന്നു? അന്നത്തെ പോലീസായിരുന്നു. ആ പോലീസ് എങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ് അക്കമിട്ടിവിടെ പാറയ്ക്കൽ നിരത്തിയത്. മാത്രമല്ല ശ്രീ തുഫൈൽ, ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മുഹമ്മദ് കാസിമാണ് വേട്ടയാടപ്പെട്ടത്. അയാളാണ് ഹൈക്കോടതി വരെ പോയത്. ഹൈക്കോടതിയാണ് 50 ദിവസം കഴിഞ്ഞും ഒരു കാര്യവും ഉണ്ടാകാത്തപ്പോൾ ഇതിനകത്ത് നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അത് കാസിമിന്റെ ആവശ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ സംഘം ഈ അന്വേഷിച്ചതിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിലെ വാചകം ഞാൻ പറയാം, അങ്ങേക്കും അറിയാത്തൊന്നുമല്ല അത്. ഹീ കുഡ് നോട്ട് റിവീൽ ഫ്രം വെയർ ഹി ഒബ്റ്റെയിൻഡ് ദി കമ്മ്യൂണൽ പോസ്റ്റ്. അങ്ങനൊരു അന്വേഷണമുണ്ടോ? റിബേഷ് രാമകൃഷ്ണന്റെ മുന്നിൽ മുട്ടുമടക്കി നിന്ന് കുമ്പിട്ട് നിന്ന് ചോദിച്ചാൽ മാത്രമാണ് റിബേഷ് ഇങ്ങനൊരു മറുപടി പറയുക, ഇതിൻ്റെ ഉറവിടം എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന്. അത് കേട്ടുകൊണ്ട് അങ്ങനെ തന്നെ ഒരു റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ കൊടുത്താൽ പിന്നെ താങ്കൾ പറയുന്നത് പോലെ ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? അത് ഞാൻ പറഞ്ഞു, നമ്മൾ മീഡിയ എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഡിയ പലപ്പോഴും ഈവന്റ്സിന്റെ പിറകെയാണ് പോകുന്നത്. സംഭവങ്ങൾ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ പ്രസ്താവനകൾ എന്ത് വരുന്നു അതിന്റെ പിറകെയാണ് നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴും പോകുന്നത്. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു പ്രോസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. എന്താണ് വടകരയിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്താണ് കേരളത്തിലെ വർഗീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചോ അല്ലെ സ്വത്ത് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കിട്ടും. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞ ഒരു പരാമർശം പറയുന്ന വിശാലാർത്ഥത്തിലുള്ള ആ ഗൗരവം ഉൾക്കൊള്ളുന്നു. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയും കൂടെ അങ്ങ് തരാമോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ പറയുന്ന ഉദ്ദേശം പൂർണ്ണമായും സതുദ്ദേശപരമാണ് എന്ന് നമുക്ക് തീർപ്പാക്കാനും കഴിയും. ഞാൻ അങ്ങേ സംശയം നേടൽ നിർത്തുകയല്ല. ശ്രീ പാറയ്ക്കൽ, ഒരു സെക്കൻഡ് തുഫൈൽ, ശ്രീ പാറയ്ക്കൽ, അവിടെ എത്തുമ്പോൾ മാത്രം അറിയില്ല, അപ്പോഴും UDFനെയും കൂടെ ചേർത്തോണം. ഇവിടെ അല്ലല്ല, ഒരു സെക്കൻഡ്, നമ്മുടെ മുന്നിൽ 2 പേരുണ്ട് തുഫൈൽ, നമ്മുടെ മുന്നിൽ 2 പേരുണ്ട്, മുഹമ്മദ് കാസിമും റിബേഷ് രാമകൃഷ്ണനും. മുഹമ്മദ് കാസിം പറയുന്നത് അന്വേഷണം സ്വതന്ത്രമായി നടക്കണമെന്ന്, റിബേഷ് രാമകൃഷ്ണൻ പറയുന്നത് എവിടെ നിന്ന് ഇത് കിട്ടിയെന്ന് ഞാൻ പറയില്ല എന്ന്. അപ്പൊ ഈ വിഷയത്തിൽ 2 പേരുടെ നിലപാട് വ്യക്തമല്ലേ? എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാനത് പറയാം. അങ്ങനെ സമയം തരുമെന്ന് ഞാൻ പറയാം. അതായത് ഇത്തരം ക്യാമ്പയിനുകൾ നടക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന്, UDFന്റെ ഭാഗത്തുനിന്ന്. കാഫിർ അത് നിസ്കരിക്കാത്ത ആളാണ്, അവർക്ക് വോട്ട് ചെയ്യേണ്ടത് മൗത്ത് ഓഫ് ക്യാമ്പയിനുകളിലൂടെ സ്ഥിരമായിട്ട് എവിടെ നിങ്ങളൊന്ന് പറയണം, ഞങ്ങൾ എവിടെ നടത്തിയെന്ന്. അറിയാവുന്ന സംഗതിയാണ്. നേരത്തെ 2014 55,000 വോട്ടിനാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി അവിടെ ജയിച്ചത്.
പിന്നീട് നടന്ന 2019 തെരഞ്ഞെടുപ്പിൽ 84,500 വോട്ടിനാണ് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ അവിടെ ജയിച്ചു വരുന്നത്. അവിടെ ഞങ്ങൾ എന്തിനാണ് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത്? ഞങ്ങൾ ജയിച്ചു വരുന്ന ഏതാണ്ട് 4ാമത്തെ ടൈമാണ് ഞങ്ങൾ ജയിച്ചു വരുന്നത്. അവിടെ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കണം? അല്ലല്ല, നിങ്ങളാണ് മറച്ചു വെക്കുന്നത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വടകരയിൽ മുസ്ലിം ലീഗ് എപ്പോഴും അകറ്റി നിർത്തിയ ഞാനിവിടെ ജമാഅത്ത് രാഷ്ട്രീയം പറയാനല്ല വന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് സ്കിപ്പാകാണ്. നിങ്ങൾ ഇതിൽ നിന്ന് അമീർ കുഞ്ഞാലിക്കുട്ടി ഹസൻ ഭരണം വരുമെന്ന് 2021 പറഞ്ഞ നിങ്ങൾ, അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി ഭരണം വരും എന്ന് പറഞ്ഞ നിങ്ങളാണ് ഇടതുപക്ഷമാണ് ഇവിടെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്നത്. ജനങ്ങൾക്കറിയാം. വടകരയിൽ വിശേഷിച്ച് നിങ്ങൾ പറ, മുസ്ലിം ലീഗ് അവിടെ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത് നിങ്ങൾ പറ. നിങ്ങൾ വെറുതെ അവിടെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ വടകരയിലേത് അറിയാതെ നിങ്ങൾ വിളിച്ചു പറയാണ് ഞങ്ങൾ എവിടെ എന്ത് ചെയ്തു. അത് മാത്രമല്ല, ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഞാൻ ചോദിക്കട്ടെ തുഫൈൽ, നിങ്ങൾ ഒരു കാര്യമൊന്നും നിങ്ങളൊന്നും ആലോചിച്ചില്ല. അവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ല വേണു, അവിടെ ഭൂരിപക്ഷം വടകരയിൽ ഭൂരിപക്ഷം മുസ്ലിം വോട്ടല്ല, ഹിന്ദു വോട്ടാണ് ഭൂരിപക്ഷം. അവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തെ പ്രകോപിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് UDF ഉണ്ടാകാൻ പോകുന്നത്? അവിടെ നിങ്ങൾ പറയുന്നത് ശരിയാകാം. എന്തെങ്ങനെ ഞങ്ങൾ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് അവിടെ ഭൂരിപക്ഷം. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 10, 40, 35, 40% താഴെ വോട്ടാണുള്ളത്. അവിടെ ഞങ്ങളൊരു ഭൂരിപക്ഷ സമൂഹത്തെ പിണക്കിയിട്ടും പ്രകോപിപ്പിച്ചിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ ഇതിന്റെ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാല് മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് നാദാപുരം മേഖലയാണ് ഉപയോഗിക്കുന്നത്. അതിന് LDF CPM മുസ്ലിം വിരുദ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും നാദാപുരം ഭാഗത്ത് സംഘർഷങ്ങളെയാണ്, വർഗ സംഘർഷങ്ങളെയാണ് കാണിക്കാറുള്ളത്. എന്നാൽ കണ്ണൂരിൽ അതല്ല അനുഭവം ഉള്ളത്. കണ്ണൂരിൽ മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ടാണ് LDF ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF-നെ CPM മുസ്ലിം വിരുദ്ധരായിട്ട് അങ്ങനെ ആരുടെയും സംരക്ഷകരായി നിങ്ങൾ വരേണ്ട കേട്ടോ. അത് നിങ്ങൾ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഇതേ നിലപാടാണ് ജയിച്ചു വന്നപ്പോ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭയപ്പെടുത്തുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ ഞങ്ങൾ ആ കാലം പോയി അതൊന്നും നടക്കാൻ മണ്ഡലത്തിലെ പേരാമ്പ്രയെ കൊണ്ടുപോയി മുസ്ലിം ലീഗ് ഹൈറാർക്കി പോലും ബ്രേക്ക് ചെയ്ത് സ്ഥാനാർത്ഥിയാക്കുന്നത്. അത് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗും UDF-ഉം കളിച്ച കനകോലും സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ളതാണത്. അന്വേഷണം വരട്ടെ, സമഗ്രമായ അന്വേഷണം വരട്ടെ. ആരാണ് ഇവിടെ വർഗീയത കളിച്ചത് തിരിച്ചറിയട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് വിശകലനം നമ്മുടെ മുന്നിൽ SIT രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നു? അല്ല അത് വരട്ടെ, അത് വരുമ്പോ ഇതൊക്കെ മനസ്സിലാവും. ചരിത്രത്തിൽ ഇല്ലാത്തത് സ്ഥാനാർത്ഥിത്വം നൽകിയത്. നിങ്ങളുണ്ടാക്കിയ പ്രകോപനങ്ങളൊക്കെ മാറാടുണ്ടാകുമെന്ന് വരെ പറയാൻ മടിക്കാത്ത ഒരു പാർട്ടി, BJP-ക്കാരൻ പോലും പറയാത്തതാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. ജമാഅത്ത് ഇപ്പൊ ആഭ്യന്തരമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഒരു തെരഞ്ഞെടുപ്പിൽ 10 വർഷം നിങ്ങൾ ഭരിച്ചപ്പോ അധികാരത്തിന്റെ ലഹരിയിലാണ്. അതുകൊണ്ട് പലതും വിളിച്ചു പറയാ തോൽക്കുമ്പോ. അതുകൊണ്ട് പലതും വിളിച്ചു പറയാം. ശരി ശ്രീ തുഫൈല്, ശരി ശ്രീ പാറക്കല്. അല്ലല്ല, നിങ്ങൾ തമ്മിൽ ഉള്ള തർക്കം മാത്രമായി ചുരുങ്ങണ്ട. ശരി രണ്ടുപേരും ഒന്ന് സഹകരിക്കാം. തുഫൈല്, ശ്രീ പാറക്കൽ, ശരി